ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡൻ ടൂറാണ്. ചെറിയ രീതിയിൽ നമ്മുടെ ഗാർഡൻ ഉള്ളു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിലോട്ട് പോകാനായിട്ട് ഇവിടെ സ്റ്റേക്കേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗാർഡനിൽ അങ്ങനെ ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ. ഞാൻ മുമ്പ് ഒരു കൊറോണ വെക്കേഷൻ ടൈമിൽ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. സ്കൂൾ തുറന്ന ആ സമയം പിന്നീട് ചെടിയൊക്കെ വെള്ളം ഒഴിക്കാനായാലും എനിക്ക് പിന്നെ ടൈമും കിട്ടിയില്ല. പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് വൈകിട്ട് വരുമ്പം അങ്ങനെ ഇങ്ങോട്ട് വരാനായിട്ടും തോന്നത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ നട്ട ചെടികളൊക്കെ നശിച്ചു പോയി കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ നടുന്ന ചെടികളൊന്നുമില്ല. ഇത് അമ്മയുടെയും പപ്പയുടെയും അപ്പച്ചനെയൊക്കെ നട്ടതാണ് ഈ ചെടികളെല്ലാം. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ സ്റ്റേക്കേഴ്സ് കയറി എത്തുമ്പോൾ ഫസ്റ്റ് ഉള്ള വ്യൂ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ 2 പോട്ടിലായിട്ട് നമ്മുടെ കറ്റാർ വാഴയാണ് വെച്ചിട്ടുള്ളത്, അലോവേര അതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നട്ടത് ഇതാണ്. പിന്നെ ഇതിൻ്റെ ചെറിയ തൈകളായിട്ടൊക്കെയാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കറ്റാർ വാഴ വെച്ചിട്ടുള്ളതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ചിമ്മിനി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടർട്ടിൽ വെയിൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ടർട്ടിൽ വെയിന് നമ്മൾ അധികം പരിചരണം കൊടുത്തില്ലെങ്കിലും അവക്കാട് പോലെ വളർന്ന് കയറും. അപ്പോൾ എൻ്റെതും അതുപോലെ വളർന്നത് കേട്ടോ. ഞാൻ ഇത്രയും ഭാഗം കുറച്ചൊക്കെ വെച്ചിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു. ഫസ്റ്റ് നട്ടേൻ്റെ ആ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ഭയങ്കര കെയറിങ് ആയിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം മഴ പെയ്യുമ്പോഴേ അത്യാവശ്യം മഴയൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ വളർന്നതാണ് കേട്ടോ ഇത്രയും. പിന്നെ ടർട്ടിൽ വെയിൻ കഴിഞ്ഞ ശേഷം ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വർഷമായെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 2 വർഷം എന്തോ ആയിട്ടുണ്ട് ഇത് നട്ടിട്ട്. ഇതുവരെയും കായ്ക്കുകയോ പൂക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങ് നീളത്തിൽ അങ്ങ് പടർന്നു പോകുന്നുണ്ട്. പക്ഷെ പിന്നെ അവിടെ വെച്ച് നമ്മുടെ ടയറൊന്നും അങ്ങനെ ടയറൊക്കെ അല്ലേ കെട്ടി കൊടുക്കാനുള്ളത്, അങ്ങനെ അതൊന്നും കെട്ടാതെ ഇവിടെ വെച്ചിങ്ങനെ ഒടിഞ്ഞ് വീണിട്ടുമുണ്ട്. അതിന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരുപാട് ധാരാളം വെള്ളമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ ഈ ഒരു സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ കിട്ടൂസാണ് അവൻ. പിന്നെ ഈ സൈഡിലുള്ള കുറച്ച് ചെടികളെയാണ് പരിചയപ്പെടുത്താനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ ടൊമാറ്റോ പൂത്തിട്ടൊക്കെ ഉണ്ട്. ഏകദേശം 1-2 കായകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇത് ഉണങ്ങി നിൽക്കുകയാണ് ചൂടൊക്കെ കാരണം. അതിൻ്റെ അടുത്തായിട്ട് തന്നെ വെണ്ടയുടെ ആ ഒരു ചെടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കത്തിരിക്കയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കൂടുതലും തക്കാളി, കത്തിരിക്ക, വെണ്ടയ്ക്ക അതൊക്കെയാണ് ഉള്ളത്. പക്ഷേ തക്കാളി മാത്രമേ ഇതുവരെയും കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കുരുമുളകിൻ്റെ നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് കുരുമുളക് നിൽക്കുന്നത് കണ്ടോ. ഇതാണ് കുരുമുളകിൻ്റെ ചെടി. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വഴുതനങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. വഴുതനങ്ങയാണോ കത്തിരിക്കയാണോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല, അറിഞ്ഞൂടെ. ഞാൻ അങ്ങനെ കയറാറില്ല കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനാണ് ഞാൻ മുകളിലോട്ട് കയറിയത്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കയറാറുണ്ട്, എന്നാലും സ്ഥിരമായിട്ടൊന്നും കയറാറില്ല ഇങ്ങോട്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നതാണ് നമ്മുടെ കറിവേപ്പിലയുടെ ചെടി. ഒരു കുഞ്ഞു ചെടിയാണ്, അത്രയ്ക്ക് പൊക്കമൊന്നുമില്ല. നമ്മളങ്ങനെ ഈ ചെടിയിൽ നിന്ന് അങ്ങനെ കിച്ചൺ പർപ്പസിന് എടുക്കാറില്ല. കാരണം ഇത് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാൻ നട്ട ഒരു പപ്പായ മരം നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കൈതോന്നി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ആ ഒരു ഇത് നിൽക്കുന്നുണ്ട്. ഈ ചെടികളുടെ ഇങ്ങോട്ട് തന്നെ കുറച്ച് മണ്ണ് നിറച്ച ഗ്രോ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി വേറെ വിത്തുകളും ചെടികളൊക്കെ കിട്ടുമ്പോൾ നട്ട് വെക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ള കാഴ്ചകളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇത്രയും ചെടികളാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ വീട്ടിൻ്റെ സൈഡിലോട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് വീട്ടിൻ്റെ സൈഡിലോട്ട് കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മുവും കിട്ടും ഇവിടെ നിന്നും കളിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ബ്രിഞ്ചാളിൻ്റെ ചെടി. പിന്നെ ഇവിടെ നമ്മൾ റംബൂട്ടാൻ വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം ഇത് ആട്ടുകുട്ടിയൊക്കെ കടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 4-5 പ്രാവശ്യം ഇത് കടിച്ച് തിന്നു. ഇപ്പോൾ വീണ്ടും ഒരുവിധം ഉണർന്ന് വരികയാണ്, കുറച്ച് വളർന്നിട്ടുണ്ട്. പിന്നെ ഇത് പുളിച്ചി മരത്തിൽ കൂടെ കേട്ടോ നമ്മുടെ വഴുതനങ്ങ പടർത്തി വിട്ടിട്ടുള്ളത്. പക്ഷെ പുളിച്ചിക്കൊന്നും കായ്ക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെയിൽ കിട്ടാനെന്നൊക്കെ പറഞ്ഞത് ഫുള്ള് വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പൊടിച്ച് വരുന്നുണ്ട്. ഫോട്ടോക്കെ ഇങ്ങനെ കത്തിരിക്കുക വരിയായി നട്ടിട്ടുണ്ട്. ഓരോന്നും ഓരോ സൈസിലൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ വാഴയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇങ്ങോട്ടാണ് കുറച്ച് പൂച്ചെടിയെങ്കിലും ഉള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇനി ഇരിക്കുന്നത് ഒരു ഓർക്കിഡാണ്. ഈ ഒരു ഓർക്കിഡിൻ്റെ ഫ്ലവറിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
നമ്മുടെ വീട്ടിൽ 2 കളറിലുള്ള ഓർക്കിഡാണുള്ളത്. അപ്പോൾ ഈ ഒരു ഓർക്കിഡിൻ്റെ അടുത്തോട്ട് തന്നെ വേറെ ഓർക്കിഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഒരു മജന്ത കളർ. ഇതെനിക്ക് തൊട്ടടുത്ത് ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല, സൂം ചെയ്ത് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്കിങ്ങനെ എത്തിപ്പിടിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ, കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു മജന്ത കളർ പൂവ് എനിക്ക് എത്തിപ്പിടിക്കാനായിട്ട് പറ്റും. ഇത് അടുത്തോട്ടാണ് ഇരിക്കുന്നത്, കാണിച്ചു തരാം. ഈ ഒരു കളറാണ് കേട്ടോ, ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്, ഒരു മജന്ത കളർ. പിന്നെ ഇതിൻ്റെ അടുത്തോട്ട് റോസ ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒടങ്കലി മുളക് കായ്ക്കുന്ന ആ ഒരു ചെടിയാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ പച്ച കളറിലും ചുവപ്പ് കളറിലൊക്കെ കായ്ച്ചിരിക്കുന്ന, കുറച്ചും കൂടി പഴുക്കാനായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി റെഡിഷ് ആകുമ്പോഴാണ് നമ്മൾ എടുക്കാറുള്ളത്. പച്ച കളറായിരിക്കുമ്പോഴും എടുക്കാറുണ്ട്, റെഡിഷ് ആയിരിക്കുമ്പോഴും എടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ആന്തൂറിയം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് എന്നിട്ട് അങ്ങനെ ഒരു പൂ പോലെയല്ല, ഒരു ഇല പോലത്തെ ഒരു ഷേപ്പിൽ ഒരു സാധനമുണ്ട്. പക്ഷെ അതിപ്പോൾ കാണാനില്ല. വേനലായതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ പൂക്കൾക്കും കായ്കൾക്കും കായ്ക്കാനും പൂക്കാനും ഒക്കെ ഓരോ സീസൺസ് ഉണ്ടല്ലോ. ഈ സൈഡിലോട്ട് പ്രത്യേകിച്ച് വേറെ ചെടികളൊന്നും തന്നെ ഇല്ല കേട്ടോ. മിക്കതും ഓർക്കിഡും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നുള്ളത്. പിന്നെ ഇത് മാത്രമാണ് അതിന് ഓർക്കിഡുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു ചെടി. പക്ഷേ ഈ ചെടീൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിൽ ഒരു റെഡ് കളറിലുള്ള പൂവാണ് പൂക്കുന്നത്. ഇപ്പോൾ ആ പൂവിനെയൊന്നും കാണാനായിട്ട് ഇല്ല, മൊട്ടായിട്ട് നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിൻ്റെ മൊട്ട എന്ന് പറഞ്ഞാൽ. ഇത് വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ ഈ ചെടീനെ കാണാനായിട്ട്. പിന്നെ ഇവിടെ താഴെ കുറച്ച് ചെടി ഇരിക്കുന്നുണ്ട്. ഇതിൽ ഒരു പിങ്ക് കളറിലുള്ള പൂവാണ് പൂക്കുന്നത്. അതിപ്പോൾ പൂ പൂക്കുന്നതിലൊക്കെ കുറച്ച് പൂവേ ഉള്ളൂ, ചൂടുകാലം ആയതുകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കരിഞ്ഞ് നിൽക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. കണ്ടോ, ഇതിൽ പിങ്ക് കളർ പൂവാണ് പൂക്കുന്നത്. പിന്നെ ഇത് മുളവാണ്, നമ്മുടെ കാന്താരി മുളവില്ലേ, അതിൻ്റെതാണ്. ഇപ്പോൾ കാന്താരി മുളവെല്ലാം പറിച്ചിട്ടുണ്ട്. അങ്ങനെ കാന്താരി മുളവൊന്നും ഇപ്പോൾ നിൽക്കുന്നില്ല, ചെറിയ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കാശിത്തുമ്പ. അല്ലെങ്കിൽ ഇതിലും നിറയെ പൂവായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ പോലും പൂവൊന്നുമില്ല. ഇവിടെ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കാശിത്തുമ്പ. പിന്നെ ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.